നമ്മൾ അമിതമായിട്ടുള്ള രാസവള പ്രയോഗവും അതുകൊണ്ടോട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗങ്ങളും മൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാത്ത ഒന്നായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ വിളകളുടെ സംരക്ഷണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സോയിലിൽ നിന്നേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെയും ഹെൽത്ത് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ജൈവവളങ്ങളും ഒപ്പം തന്നെ ജീവാണു വളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കുള്ള ഒരു ജൈവവളത്തിൻ്റെ ലക്ഷണമാണ്. നമ്മളൊരു വളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ മണ്ണിര ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. എൻ്റെ പേര് സേവിച്ചൻ PJ. ഞാൻ ബയോ ഫെർട്ടിലൈസറും ഓർഗാനിക് ഫെർട്ടിലൈസറും മാനുഫാക്ചർ ചെയ്യുന്നു. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ദൂഷ്യവശങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്നുണ്ട്. നമ്മൾ അമിതമായിട്ടുള്ള രാസവള പ്രയോഗവും അതുകൊണ്ടോട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗങ്ങളും മൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാത്ത ഒന്നായി തീർന്നിരിക്കുകയാണ്. അതുവഴി പല പ്രശ്നങ്ങളും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും ജൈവികമായിട്ട് തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മണ്ണിനെയാണ് സംരക്ഷിക്കേണ്ടത്. മണ്ണ് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ വിളകളുടെ സംരക്ഷണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സോയിലിൽ നിന്നേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെയും ഹെൽത്ത് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ജൈവവളങ്ങളും ഒപ്പം തന്നെ ജീവാണു വളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്തു തുടങ്ങിയിരിക്കുന്ന അസോള ഉപയോഗിച്ചും സയനോബാക്ടീരിയ ഉപയോഗിച്ചുമുള്ള ജൈവവളങ്ങളാണ്. അതിൽ അസോള ഉപയോഗിച്ചുള്ള ജൈവവളത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജൈവവളത്തിൻ്റെ പേര് അസോള പ്ലസ് എന്നാണ്. നമുക്കറിയാം, അസോള എന്ന് പറയുന്നത് ഒരു വാട്ടർ ഫേണാണ്. വെള്ളത്തിൽ വളരുന്ന ഒരു പന്നൽ വർഗത്തിലുള്ള ചെടിയാണ്. ഈ വെള്ളത്തിൽ വളരുന്ന ഈ പായലിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ചില സയനോബാക്ടീരിയകളുണ്ട്. ഈ സയനോബാക്ടീരിയയാണ് അസോളയെ ഇത്രയ്ക്കും ഓർഗാനിക് റിച്ചായിട്ടുള്ള, നൈട്രജൻ റിച്ചായിട്ടുള്ള, പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു ഫേൺ ആക്കി മാറ്റുന്നത്. ഈ അസോളയാണ് നമ്മൾ ഇവിടെ വളം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രമുഖമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ അസോള ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കടൽ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, കടൽ മത്സ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ടും അസോളയും കടൽ മീനുമാണ് നമ്മുടെ ഈ അസോള പ്ലസ് ജൈവവളത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ചകിരിച്ചോറ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഈ ചകിരിച്ചോറ് തന്നെ നമുക്ക് 2 തരത്തിലുള്ള ചകിരിച്ചോറുണ്ട്. ഒന്ന് ഹൈ EC ആയിട്ടുള്ള ചകിരിച്ചോറ്, ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ള ചകിരിച്ചോറ്. അതേസമയം തന്നെ ലോ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ള പാകമായ ചകിരിച്ചോറ്, പാർഷ്യലി ഡീഗ്രേഡഡ് ആയിട്ടുള്ള ചകിരിച്ചോറ്. നമ്മളിവിടെ പാർഷ്യലി ഡീഗ്രേഡ് ആയിട്ടുള്ള ചകിരിച്ചോറും അസോളയും മീനും ഒപ്പം വേപ്പൻ പിണ്ണാക്കും ഉപയോഗിച്ചാണ് അസോള പ്ലസ് ജൈവവളത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ജൈവവളത്തെ നമ്മൾ വീണ്ടും പോഷക സമൃദ്ധമാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ചാരം ചേർക്കുന്നുണ്ട്. വുഡ് ആഷ് എന്ന് പറയുന്നത് ധാരാളം മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വളം തന്നെയാണ്. അപ്പോൾ വുഡ് ആഷ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കോക്കനട്ട് വാട്ടറിൽ ധാരാളം പൊട്ടാസ്യവും ഒപ്പം ധാരാളം മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചാരം ഉപയോഗിക്കുന്നുണ്ട്, തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പം ബയോഗ്യാസ് സ്ലറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളുണ്ടാക്കുന്ന ജൈവവളത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായിട്ടുള്ള സാധാരണ കമ്പോണൻസ് മാത്രമല്ല,
എല്ലാ മാക്രോ ന്യൂട്രിയൻസും ഒപ്പം മൈക്രോ ന്യൂട്രിയൻസിനാലും സമ്പന്നമാണ് അസോള പ്ലസ് എന്ന് പറഞ്ഞ ജൈവവളം. ഈ ജൈവവളത്തിൽ ഒരു മോളിക്യൂൾ കെമിക്കൽസ് പോലുമില്ല. നമ്മൾ അത്രയും ഓർഗാനിക്കലി റിച്ച് ആയിട്ടുള്ള, ഓർഗാനിക്കലി ബയോ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളമാണ് നമ്മളിവിടെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ധാരാളം ആൾക്കാർ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അസോള പ്ലസ് ഉപയോഗിച്ചതിലൂടെ അവരുടെ കൃഷിസ്ഥലങ്ങളിലും അവരുടെ പച്ചക്കറിത്തോട്ടത്തിലും അവരുടെ പൂന്തോട്ടത്തിലും ധാരാളം പൂവുണ്ടാകുന്നതായിട്ടും, അതുമാത്രമല്ല ഇതിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ധാരാളം മണ്ണിരയും കൂടെ ആ സ്ഥലത്ത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കുള്ള ഒരു ജൈവവളത്തിൻ്റെ ലക്ഷണമാണ്. നമ്മളൊരു വളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ മണ്ണിര ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്.